ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഒരു തലത്തിലെ പോയിന്റ്സിനെയൊക്കെ, ഒരു പ്ലെയിനിലെ പോയിന്റ്സിനെയൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യുക, അതിന്റെ പൊസിഷൻ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത, വൈ ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ പ്രത്യേകത, വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ പ്രത്യേകത തുടങ്ങിയവ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഒരു ചോദ്യം നോക്കുക. റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടീസസ് ഓഫ് ദി റെക്ടാംഗിൾസ് ഗിവൺ. രണ്ട് റെക്ടാംഗിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ റെക്ടാംഗിൾസിന്റെ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടീസസ്, ഓരോ മൂലകളുടെയും കോർഡിനേറ്റ്സ് എഴുതണം. അതായത് ഇവിടെ ഒരു റെക്ടാംഗിൾ, റെഡ് റെക്ടാംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ റെക്ടാംഗിൾ ഉണ്ട്. ഇതിന്റെയൊക്കെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പൊ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി ഇ എഫ്. അപ്പോൾ ഇതില് എയുടെ കോർഡിനേറ്റ്സ്, എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനൊക്കെ എന്ത് വരും പറയും, ഒറിജിൻ എന്നാ പറയുന്നത്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എക്സ് ആക്സിസിലും ആണ്, എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. അതേസമയം വൈ ആക്സിസിലും ആണ്, അപ്പോൾ വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ എയുടെ കോർഡിനേറ്റ് ഏതായിരിക്കാം? എ എന്ന് പറയുന്നത് 0 0. ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എപ്പോഴും 0 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0, കാരണം രണ്ട് ആക്സിസിലെയും പോയിന്റ് ആണ്. ഓക്കെ, ബി ആകുമ്പോഴോ ഇത് എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസിലെ പോയിന്റ്, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് 4 ആയിരിക്കും. 4 0. സി ആണെങ്കിലോ, സി ആണെങ്കിൽ എന്ത് വരാം? സിയുടെ നേരെ എക്സ് ആക്സിൽ 4, വൈ ആക്സിൽ 4 2 അല്ലേ? ഡി ആണെങ്കിലോ, ഡി എന്നുള്ള വൈ ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 2, അപ്പൊ 0 2. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് 0 2. ഇയുടെ കോർഡിനേറ്റോ, ഇയുടെ നേരെ എക്സ് ആക്സിൽ 4 ആണ്, വൈ ആക്സിസിലും നേരെ 4 ആണ്, അപ്പൊ 4 4. അതുപോലെ എഫിന്റെ ആണെങ്കിലോ, എഫിന്റെ നേരെ എക്സ് ആക്സിൽ 8 ആണ്, വൈ ആക്സിൽ 4 ആണ്, അപ്പൊ 8 4. ജിയുടെ ആണെങ്കിലോ 8 2. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് എക്സ് ആക്സിന് പാരലാണ്, അതുകൊണ്ട് വൈ കോർഡിനേറ്റ് സെയിം ആണ്. ഇത് എക്സ് ആക്സിന് പാരലാണ്, വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ ഇവിടെ 2 ആയതുകൊണ്ട് ഇത് 2, ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4. അതുപോലെ ഇത് വൈ ആക്സിന് പാരലാണ്, അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം കണ്ടോ, ഇവിടെ 0 0. അതുപോലെ ഇത് വൈ ആക്സിന് പാരലാണ്, 8 8. അപ്പൊ ഈ രൂപത്തിലും നമുക്ക് നോക്കാം. ക്ലിയർ ആയാലും പറഞ്ഞത്? ഓക്കെ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിന്റെ find the coordinate of the vertex of the parallelogram. ABCD is a parallelogram given. ഈ പാരലോഗ്രാമിന്റെ ഈ ആംഗിൾ 60 എന്ന് വന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടീസസ് ഓഫ് ദി പാരലോഗ്രാം. അപ്പൊ എയുടെ കോർഡിനേറ്റ് ഒക്കെ അറിയാം. എ എന്ന് പറഞ്ഞാൽ ഒറിജിൻ തന്നെയാണ്, ഒറിജിന്റെ കോർഡിനേറ്റ് 0 0. അപ്പൊ എയുടെ 0 0 ആണ്. ഇനി ബിയുടെയോ, ബി എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ ഇത് എക്സ് കോർഡിനേറ്റ് 6 ആണ്, വൈ കോർഡിനേറ്റ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് 0 ആണ്. ഇനി നമുക്ക് ഏത് വേണം? ഡിയുടെ കോർഡിനേറ്റ് വേണം, സിയുടെ കോർഡിനേറ്റ് വേണം. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് വേണമെങ്കിൽ ഡിയുടെ നേരെ എക്സ് ആക്സിസിലുള്ള പോയിന്റ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് കിട്ടും. വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കൃത്യ അളവ് കിട്ടില്ല. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റോ, വൈ കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഇത് 60 ഡിഗ്രി ആണ്, ഇത് 30 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് 2 യൂണിറ്റ് ആണ്. 30യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 2√3. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. അതായത് 30 60 90 ആംഗിൾസ് വരുമ്പോ 30യുടെ ഓപ്പോസിറ്റിന്റെ ട്വൈസ് √3 ടൈംസ് ആയിരിക്കും 60യുടെ ഓപ്പോസിറ്റ്. ഹൈപ്പോട്ടന്യൂസ് 2 ടൈംസ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്താന്ന് പറയുന്നത്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 2√3 ആണ്. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് ഏത് വരും? 2 2√3. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് 2 2√3 എന്ന് കിട്ടും. സിയുടെ വരുമ്പോഴോ, ഇവിടെ 2 ആകുമ്പോ ഇവിടെയും കൂടെ 2 ആണ്, അപ്പൊ 8 ആയി. ഈ ഡിസ്റ്റൻസിന് മാറ്റമില്ല. അപ്പോ ഇത് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലാണ്, വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് ഇവിടെ 8ഉം ഇവിടെ 2. അപ്പോ 8 2√3 അതാണ് സിയുടെ കോർഡിനേറ്റ്. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2√3 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ 2 2√3.
ഈ പോയിന്റ് 8 2 റൂട്ട് 3. അപ്പോൾ പാരലോഗ്രാമിന്റെ എല്ലാ പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പ്രോബ്ലം, ദി y കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ്, y കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി x ആക്സിസ്. x ആക്സിന്റെ y കോർഡിനേറ്റ് ഏതാ? x ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 0 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി x കോർഡിനേറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ y ആക്സിസോ? y ആക്സിസ് ആണ് x കോർഡിനേറ്റ് 0, x ആക്സിസ് ആണ് y കോർഡിനേറ്റ് 0. ക്ലിയർ അല്ലേ? ഓക്കെ, ദി കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനില് ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആക്സിസ്. അപ്പൊ ഇത് 0 0, ഒറിജിന്റെ കോർഡിനേറ്റ് എഴുതി. ഓക്കെ, ഇനി ദി y കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദി ലൈൻ പാരലൽ ടു x ആക്സിസ് ത്രൂ 0 1. 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ഇതാണ് 0 1. 0 1ലൂടെ x ആക്സിസിന് ഇങ്ങനെ പാരലായിട്ട് ലൈൻ വരച്ചാൽ അതിലെ y കോർഡിനേറ്റിന്റെ പ്രത്യേകത എന്താണ്? y കോർഡിനേറ്റ് എല്ലാം 1 ആയിരിക്കണം അല്ലേ? x ആക്സിസിന് പാരലാണ്, y കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടെ y കോർഡിനേറ്റ് 1 ആണ്. അപ്പൊ എല്ലാത്തിന്റെയും y കോർഡിനേറ്റ് എത്ര വരും? 1 വരും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ y കോർഡിനേറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ ദി ലൈൻ പാരലൽ ടു x ആക്സിസ് ത്രൂ 0 1. 0 1 എന്ന പോയിന്റിലൂടെ വരച്ചു കഴിക്കുമ്പോഴുള്ള ലൈനിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഇതിന്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y കോർഡിനേറ്റ് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ അതാണ് ഇത്. ഇനി അതുപോലെ x ആക്സിസ് y ആക്സിന് പാരലായിട്ട് 1 0 ലൈൻ വരച്ചിരിക്കുന്നു. അപ്പൊ 1 0 വരച്ചിരിക്കുന്ന ഈ ലൈനിലെ x കോർഡിനേറ്റിന്റെ പ്രത്യേകത, x കോർഡിനേറ്റ് ഇവിടെ 1 അല്ലേ? അപ്പൊ എല്ലാത്തിനും 1 ആയിരിക്കും. അതിന്റെ ആൻസറും 1 തന്നെ. അപ്പോ ദി x കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് ഓൺ ദി ലൈൻ പാരലൽ ടു y ആക്സിസ് ത്രൂ 1 0 ഈസ് 1. അതായത് y ആക്സിസിന് പാരലാണ്, x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ സെയിം എന്ന് പറഞ്ഞാൽ 1 ആണ് ഇവിടെ. അപ്പൊ എല്ലാം 1 ആയിരിക്കും. ഇതിലും അതുപോലെ ഇത് x ആക്സിസിന് പാരലാണ്, അപ്പോൾ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. y കോർഡിനേറ്റ് ഇവിടെ 1 ആയതുകൊണ്ട് എല്ലാം 1 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി അതർ വെർട്ടീസസ് ഓഫ് ദി റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. ഇതിന്റെ കോർഡിനേറ്റ് 4 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് എ ബി ആൻഡ് o. o നമുക്കറിയാം എന്താണ്? ഒറിജിൻ ആണ് 0 0. അതുപോലെ ബി എന്ന് പറയുന്നത്, ബി എടുക്കുമ്പോൾ എന്താണ്? ഈ y ആക്സിസിന് പാരലാണ് ഇത്. അപ്പൊ ഇതിന്റെ x കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിന്റെ x കോർഡിനേറ്റ്. y ആക്സിസിന് പാരലാകുമ്പോൾ x കോർഡിനേറ്റ് സെയിം ആണ്. പിന്നെ ഇത് x ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് ഇത് 0 ആണ്. ഇത് 4 3 എന്ന് പറഞ്ഞാലേ ഈ പോയിന്റ് നേരെ താഴെ x ആക്സിസിലെ നമ്പർ 4 ആണ്. അപ്പൊ ഇത് ഈ ഡിസ്റ്റൻസ് 4 ആണ്. ഇപ്പൊ 4 0. ക്ലിയർ ആയി പറഞ്ഞത്? അതുപോലെ ഇത് y കോർഡിനേറ്റ് 3 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് 3 ആ. അപ്പൊ ഈ ഡിസ്റ്റൻസ് 3 ആ. അപ്പോ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ y ആക്സിസ് ആണ്. അപ്പൊ 0 3. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലൈൻ x ആക്സിസിന് y ആക്സിസിന് പാരലാണ്, അപ്പൊ x കോർഡിനേറ്റ് സെയിം. ഈ ലൈൻ x ആക്സിസിന് പാരലാണ്, അതുകൊണ്ട് y കോർഡിനേറ്റ് സെയിം. അപ്പോ 0 3 4 3. ഇവിടെ y ആക്സിസ് ആയതുകൊണ്ട് x കോർഡിനേറ്റ് 0, ഇവിടെ x ആക്സിസ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ആർ പാരലൽ ടു ദി ആക്സിസ്. O is the midpoint of the rectangle. Find the other vertices. ഈ റെക്ടാംഗിളിന്റെ മിഡ് പോയിന്റ് ആണ് O. മറ്റു വെർട്ടീസസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 3 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ മിഡ് പോയിന്റ് ആണ് ഒറിജിൻ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മിഡ് പോയിന്റ് ആണ്. ഈ റെക്ടാംഗിളിന്റെ സൈഡ്സ് പാരലൽ ടു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് സൈഡ്സും x ആക്സിസിന് പാരലൽ, ഈ രണ്ട് സൈഡ്സും y ആക്സിസിന് പാരലൽ. ഇത് 3 2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 3ഉം ഈ ഡിസ്റ്റൻസ് 2, അതായത് 2. അപ്പൊ ഇത് ഏത് പോയിന്റ് ആണ്? 3 എന്ന പോയിന്റും ഇത് 2 എന്ന പോയിന്റും. അതായത് ഈ ഡിസ്റ്റൻസ് 3, അതുപോലെ ഇങ്ങോട്ടും 3 ആയിരിക്കും. മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് 2 ഇത് 2, കാരണം ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2 ആണ്. അപ്പൊ ഇത് 2 ആ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും താഴോട്ടും വരിക. ഈ ഡിസ്റ്റൻസ് 3 ആണ്, ഈ ഡിസ്റ്റൻസ് 3 ആണ്, കാരണം ഈ പോയിന്റിൽ നിന്ന് നമുക്കത് കിട്ടുക. അതുപോലെ തന്നെ ഈ പോയിന്റ് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -3 ആയിരിക്കും ഈ പോയിന്റ്. ഇത് +3 ആകുമ്പോൾ ഇത് -3. അപ്പൊ ഈ പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് -3, y കോർഡിനേറ്റ് 2. അപ്പൊ -3 2. ക്ലിയർ ആയോ? ഈ പോയിന്റ് നേരെ x ആക്സിസിൽ -3, y ആക്സിസിൽ 2. അപ്പൊ -3 2. ഈ പോയിന്റ് ആണെങ്കിലോ ഇതിന്റെ നേരെ x ആക്സിസിൽ 3 യൂണിറ്റ് ആണ്. അപ്പൊ -3. ഇതിന്റെ നേരെ y ആക്സിസിൽ താഴോട്ടായതുകൊണ്ട് -2. അപ്പൊ -3 -2. 6 വരുമ്പോഴോ ഇതിന്റെ നേരെ x ആക്സിസിൽ 3 തന്നെ.
വൈ ആക്സില് -2. അപ്പൊ 3 -2. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. വേറെ ഒരു ചോദ്യം, ഇതാ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടുണ്ട്. അതിലൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് വേണം, വെർട്ടീസസിന്റെ കോർഡിനേറ്റ്, അതായത് ഇവിടെ ഒരു വെർട്ടീസ് ഇതാണ്, ഒരു വെർട്ടെക്സ് ഇതാണ്, ഒരു വെർട്ടെക്സ് ഇതാണ്. ഈ 3 പോയിന്റിന്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസ് ആണ്. ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ പോയിന്റ് ഓയുടെ കോർഡിനേറ്റ് നമുക്ക് നേരിട്ട് എഴുതാം. ഒറിജിൻ ആണ് 0 0. O എന്ന് പറയുന്നത് 0 0 ആണ്. അപ്പൊ ഒരു വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് കിട്ടും. ബിയുടെ ആണെങ്കിലോ ഇത് 4 യൂണിറ്റ് ആണ്, എക്സ് ആക്സിലെ പോയിന്റ് ആണ്. അപ്പൊ അത് 4 0 എന്ന് വരും. ഓക്കെ, അപ്പോ ഇത് 0 0, ബി എന്ന് പറയുന്നത് 4 0. കാരണം ഈ യൂണിറ്റ്, ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇനി എയുടെ കോർഡിനേറ്റ് ആണെങ്കിലോ ഇതാണ് അതായത് ഈ ഡിസ്റ്റൻസ്, അതായത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 4 യൂണിറ്റ് ആകുമ്പോൾ ഇത് 2 വരും. അതുപോലെ ഈ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. അപ്പൊ അതിന് നമ്മൾ 30 60 90 എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ, കാരണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ 60 ആണ്, ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പൊ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് 2 ആണെന്നറിയാം. 30യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 2√3. അപ്പൊ എ പി എന്ന് പറയുന്നത് 2√3 എന്ന് കിട്ടും. ഇത് 2 എന്ന് കിട്ടിയ മനസ്സിലായല്ലോ. 4ന്റെ ഹാഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയത്. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇത് 2. അതുപോലെ ഈ ഡിസ്റ്റൻസ് പറഞ്ഞ 60യുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള 2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 2√3. അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ 2√3. അപ്പൊ നോക്കിയാൽ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 2√3. അപ്പോ കോർഡിനേറ്റ്സ് ഓഫ് എ ആർ 2 2√3. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, വൺ സൈഡ് 4 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് 4 യൂണിറ്റ് ആയതുകൊണ്ട് ഇത് 4 0, ഇത് ഒറിജിൻ ആയതുകൊണ്ട് 0 0. ഈ പോയിന്റ് കോർഡിനേറ്റ് ആണ് ഇതിന്റെ നേരെ എക്സ് ആക്സിലുള്ള നമ്പർ എന്ന് പറയുന്നത്. ഈ 4ന്റെ ഹാഫ് 2 യൂണിറ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പറയുന്നത് 60 ഡിഗ്രി. അതായത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ 60 ആണ്. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ഡിസ്റ്റൻസ് സൈഡ് 30യുടെ ഓപ്പോസിറ്റ് ഉള്ളതിന്റെ 2√3 ടൈംസ് ആയിരിക്കും. അപ്പൊ 2√3. അപ്പൊ 2 2√3. അല്ലെങ്കിൽ ഇങ്ങനെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചും ചെയ്യാം. ഇങ്ങനെ ഒരു ട്രയാങ്കിള്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് 4, ഇത് 2. അപ്പൊ √4² - 2², √12 √12 2√3 നമുക്ക് എഴുതാം. അങ്ങനെ കണ്ടുപിടിച്ചാലും ശരിയാണ്. അപ്പോ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, ഈ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.